പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. സ്റ്റുഡിയോയിലൊപ്പം MV ശശികുമാർ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു കലാകാരിയാണ്. പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് മറികടന്ന് കലാലോകത്ത് വിജയം കൈവരിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സംഗീത ലോകത്തെ വേറിട്ടൊരു വ്യക്തിത്വം, പ്രസാദാത്മകമായ ഒരു വ്യക്തിത്വം, ഏവർക്കും പ്രചോദനമാകുന്ന ഒരു വ്യക്തി. 2022 സംസ്ഥാന ഗവൺമെൻറ് കേരളശ്രീ ബഹുമതി നൽകി ആദരിച്ചു. എന്തുകൊണ്ടായിരിക്കാം ആദ്യത്തെ കേരളശ്രീ തന്നെ ലഭിച്ചത്? എല്ലാം ജഗദീശ്വരൻ്റെ അനുഗ്രഹം. ദാസേട്ടൻ പറയുന്നത് പോലെ, ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ പറയുന്ന പോലെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഭഗവാൻ നമുക്ക് അതാത് സമയത്ത് ഓരോന്ന് നൽകുന്നു, അർഹതപ്പെട്ടത് നമുക്ക് നൽകുന്നു. അതാണ് അതിൻ്റെ കാര്യം. അപ്പം പത്മശ്രീക്ക് തുല്യമായൊരു അവാർഡ്, കേരളശ്രീ അവാർഡ് ആദ്യം തന്നെ എനിക്ക് ലഭിച്ചത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് അംഗീകാരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ വിജയലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യ ഗാനം കൊണ്ട് തന്നെ സംസ്ഥാന ബഹുമതി, അടുത്ത വർഷം മികച്ച ഗായിക, അല്ലേ? എങ്ങനെയാണ് സെല്ലുലോയിഡിൽ പാടാൻ ഒരു അവസരം ഉണ്ടായത്? അത് M ജയചന്ദ്രൻ സാറും കമൽ സാറുമാണ് എന്നെ സെലക്ട് ചെയ്തത്. കമൽ സാറിൻ്റെ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നു എന്ന് കമൽ സാർ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആത്മീയ യാത്ര എന്നുള്ളൊരു ചാനലിൽ M ജയചന്ദ്രൻ സാർ ഞാൻ അമൃതവർഷിണി രാഗം ആലപിക്കുന്നത് കേട്ടു. അപ്പോൾ സാറ് പറഞ്ഞു, MS സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായി എനിക്ക് സാമ്യം തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കമൽ സാർ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഓപ്പണായി പാടുന്ന, തുറന്ന ശബ്ദത്തോടു കൂടി പാടുന്ന ഒരു ഫീമെയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജയേന്ദ്ര സാർ, അത് എൻ്റെ ഒരു ഭാഗ്യം, ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ പേരാണ് സാറ് സെലക്ട് ചെയ്തത്. പിന്നെ ശ്രീരാമേട്ടനും ഞാനും ശരിക്കും ജീവിതത്തിലൊരു വഴിത്തിരിവാണ് ആ ഗാനം. അതെ, കാറ്റേ 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 കാറ്റ്. അത് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചു. ശരിക്കും ഒരു പഴയ ഗാനം പാടുന്ന ഒരു ഫീലും എനിക്ക് കിട്ടി കേട്ടോ. പണ്ടത്തെ കാലത്തേക്ക് ഞാൻ പോയി, ഞാനില്ലെങ്കിലും അന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ഇത് മലയാളത്തിൽ മാത്രമല്ല, മറ്റ് ഭാഷകളിൽ എടുത്തപ്പോഴും പാടാൻ അവസരം കിട്ടിയോ? കിട്ടി. തമിഴ് വെർഷൻ JC ഡാനിയൽ, തമിഴ് സിനിമാ ഗാനം ആദ്യത്തെ അതാണ്. അതിനുശേഷമാണ് സന്തോഷ് നാരായൺ സാർ കുക്കു എന്നുള്ള സിനിമയിൽ പാടി. പിന്നെ D ഇമാൻ സാറിൻ്റെ ഒരു സിനിമകളും തമിഴിൽ പാടി. തമിഴ്, തെലുങ്ക്, കന്നഡ, പിന്നെ ഹിന്ദി, ബംഗാളി, സംസ്കൃതം തുടങ്ങിയവ എല്ലാം ഭാഷകളിലും പാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തമിഴിൽ ആദ്യമായി പാടിയത് മറക്കാനാകാത്ത, ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ആ ഗാനം. മലയാളം പാട്ട് എല്ലാവരും ധാരാളം കേട്ട് കാണും. തമിഴിലെ ഒരു 4 വരി പാടാമോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. കാற்றே காற்றே நீ மூங்கில் துளைகளில் கீதம் இசைப்பதென்ன, கீதம் இசைப்பதென்ன, வேணிற்காலங்களும் வேணுகானவும் தோகை விரிப்பதென்ன, தோகை விரிப்பதென்ன, மேகம் மேகம் அது போகும் வழிகளில் நெஞ்சம் மிதப்பதென்ன, பூட்டி வைத்த ஒரு பூவின் கதவுகள் காற்றில் திறப்பதென்ன, കാറ്റിൽ തിറപ്പതെന്ന. വളരെ സന്തോഷം. എങ്ങനെയായിരുന്നു ഈ ഗാനത്തിൻ്റെ റെക്കോർഡിങ്? നിങ്ങൾ ഒരുമിച്ചാണോ രണ്ടുപേരും പാടിയത്? G ശ്രീറാം ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു. അതെ അതെ. അദ്ദേഹവും താങ്കൾ ഒരുമിച്ചാണോ ഈ പാട്ട് പാടിയത്? അല്ല, ആദ്യം ഞാൻ പാടിയതിന് ശേഷമായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. ഞാൻ പാടിയതിന് ശേഷം അതിൻ്റെ വേർഷൻ തമിഴ് സാറും പാടി, ശ്രീരാമേട്ടനും പാടി, നമ്മുടെ ആകാശവാണിയുടെ മുത്തായ ചേട്ടനും പാടി. അങ്ങനെയാണ് ആ ഗാനം, അല്ലേ? അതെ. ഒരുപാട് ശ്രോതാക്കളുടെ ഇഷ്ടം ഈ ഗാനത്തോടെ താങ്കൾക്ക് കിട്ടിക്കാണുമല്ലോ. എങ്ങനെയായിരുന്നു പ്രതികരണം ശ്രോതാക്കളുടെ ഈ പാട്ട് കേട്ടിട്ടുള്ള? എവിടെ ചെന്നാലും ആരാധക വൃന്ദങ്ങൾ നേരത്തേലും കൂടി. ആദ്യം കച്ചേരി കേട്ടെല്ലാവരും അറിഞ്ഞു തുടങ്ങി. പക്ഷേ സാധാരണ ജനങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത് ഈ കാറ്റിലൂടെയാണ്. അതൊരു വളരെ സന്തോഷമുണ്ട്. ഈ കാറ്റേ കാറ്റേ മലയാളം വെർഷൻ പാലാരിവട്ടത്തായിരുന്നു. അത് ശ്രീരാമേട്ടൻ പാടിയതിനു ശേഷമായിരുന്നു ഞാൻ പാടിയെന്ന് തോന്നുന്നു. ഒരുമിച്ച് നിന്നല്ല പാടിയതല്ലേ പഴയ പോലെ? ഒരുമിച്ചല്ല, പണ്ടത്തെ രീതി അല്ലായിരുന്നു. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചു ഒരുമിച്ചൊന്ന് പാടാൻ പറ്റുമെന്ന്. അതുണ്ടായില്ല. ശരിക്കും ഈ കാഴ്ച പരിമിതി എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെ റെക്കോർഡിങ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. ഈ ചില വീഡിയോ എടുക്കുമ്പോഴേ പാടാൻ നേരത്തൊന്നും പ്രയാസമില്ല. പാട്ടൊക്കെ അയച്ചു തരും നേരത്തെ, അപ്പോൾ കേട്ട് പഠിച്ചുകൊണ്ട് വരും. പിന്നെ വീഡിയോ എടുക്കാൻ നേരത്ത് കൈയുടെ മൊമെന്റ് ചിലപ്പോൾ അവർ കാണിക്കുമറ്റോ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ പറയും അങ്ങനെ കാണിച്ചാലൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അച്ഛൻ വന്ന് കൈ പിടിച്ച് കാണിക്കും. ഇങ്ങനെയുള്ള
ചെറിയ ഇതൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും പരിമിതി അതിജീവിച്ചിട്ട് ഇങ്ങനൊരു വലിയ കലാകാരി ആയതിന് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് താങ്കൾ. അത് ശരി, താങ്ക് യു സർ. എങ്ങനെയാണ് ഈ പാട്ടുകൾ കാണാതെ പഠിക്കുകയാണോ? കാരണം മറ്റുള്ളവരെല്ലാം നോക്കി വായിക്കുന്നു, താങ്കൾ എങ്ങനെ ഓരോ പാട്ടും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്? അതെ, ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. പെൻഡ്രൈവ് കേട്ട് മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേട്ട് കുറേശ്ശെ ഓരോ വരികൾ പോസ്റ്റ് ചെയ്ത് ആണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ മറ്റ് ഭാഷകൾ കന്നഡ, തമിഴൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ബംഗാളി വരെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് അതൊക്കെ പഠിക്കുന്നത്? ഇതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ശാസ്ത്രീയ സംഗീതമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ശാസ്ത്രീയ സംഗീതത്തിൽ എല്ലാ ഭാഷകളിലും കൃതികൾ പാടുന്നത് കൊണ്ട് ഭാഷാ പ്രശ്നം വരുന്നില്ല. അല്ല, സംഗീതം അറിയാമായിരിക്കും, പക്ഷേ സാഹിത്യം എങ്ങനെയാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരില്ലേ? പഠിക്കേണ്ടി വരും. പിന്നെ ഉച്ചാരണം അവരും ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആയിട്ട് ഇന്ന രീതിയിൽ പറയണമെന്ന് അയച്ചു തരും കേട്ടോ ഫോണിൽ. ഇപ്പം അങ്ങനെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നും പറഞ്ഞു തരും. ബംഗാളി ആർക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ പാടിയത്? ബംഗാളി ഗാന്ധിജി കംപാക്ക് എന്നുള്ള ഒരു അമിതാഭ് ബച്ചൻ സർ പാടിയ ഏക്ല ചലോറി, ആ ഗാനം തന്നെയാണ് പാടിയത്. ആണോ? രണ്ടുപേരും പാടാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ ബംഗാളി എനിക്ക് ഉച്ചരിക്കാൻ പറഞ്ഞു തന്ന് ജെറി അമൽദേവ് സാറിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ജോയ് സാർ, ഫോണിലൂടെ ഈ പാട്ട് ഒന്ന് പഠിപ്പിച്ചു തന്നായിരുന്നു. പണ്ട് കേട്ടെങ്കിലും ബംഗാളിയുടെ ഉച്ചാരണം അദ്ദേഹമാണ് പറഞ്ഞത്. ശരി. അതിങ്ങനെ ജ്യോതി ദുർ ദക്ഷിണയ്ക്കു നാശേ തോബേ ആക്ല ചോലോറേ, ജ്യോതി ദുർ ദക്ഷിണയ്ക്കു നാശേ തോബേ ആക്ല ചോലോറേ, তোবে একলা চলো রে, যদি দূর দক্ষিণ কেউ না আসে তোবে একলা চলো রে. എന്താ ഇതിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടോ? ഏക്ല ചലോ, ഒന്നിച്ചു പോവുക എല്ലാവരും, അങ്ങനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമിതാഭ് ബച്ചൻ പാടിയ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു അല്ലേ? ഒരു ഭാഗ്യം കേട്ടോ. ശരി. എങ്ങനെയായിരുന്നു? അദ്ദേഹമൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അറിയാമോ? അറിയത്തില്ല കേട്ടോ. പ്രതികരണമൊന്നും അങ്ങനെ വന്നിട്ടില്ല. കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും കേട്ട് കാണും. അതെ അല്ലേ? ഞാനിത് പണ്ട് മുതലേ കേൾക്കണം. എൻ്റെ മാമൻ ഉണ്ട്, എൻ്റെ അമ്മ ഉഷ എന്നാണ് പേര്, അച്ഛൻ്റെ സഹോദരി. അപ്പോൾ സഹോദരിയുടെ മകള് അനു, ദേവിക്കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അനു എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പാട്ട് പാടി എന്നെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പാട്ട് കേട്ടത്. അതിനുശേഷം അമിതാഭ് ബച്ചൻ സാറ് പാടി യൂട്യൂബിൽ കേട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട്. പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവാം. എങ്ങനെയായിരുന്നു സംഗീത പഠനം? ആ ഓർമ്മകളൊന്ന് പറയുന്ന. ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലാണ്. അതാണ് വിജയലക്ഷ്മി ആയത്. വിജയലക്ഷ്മി ആയിട്ട് മാറിയത്. അതിനുശേഷം അച്ഛൻ ചെന്നൈയിലായിരുന്നു. ഞാൻ 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു. അച്ഛനവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. അവിടെ വെച്ച് 1.5 വയസ്സിലൊക്കെ പാടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അച്ഛനും അമ്മയും. ആദ്യമായിട്ട് പാടിയത് സിന്ധു ഭൈരവിയിലെ നാനൊരു സിന്ധ് കാവടി ചിന്ത് എന്നുള്ള ഗാനമായിരുന്നു. അതിനുശേഷം ഞാൻ ആകാശവാണി കേട്ടാണ് വളർന്നു കിട്ടുക. അത് മറക്കാൻ പറ്റില്ല. ആകാശവാണി അപ്പോൾ സംഗീതം പഠിപ്പിച്ചതാരോ ശരിക്കും ശാസ്ത്രീയമായിട്ടൊക്കെ? ആദ്യം കാസറ്റുകൾ കേട്ട് 5 വയസ്സിൽ കേരളത്തിൽ വന്നതിന് ശേഷം ദാസേട്ടൻ്റെയും MS അമ്മയുടെയും ബാലമുരളി സാറിൻ്റെയും കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത്. 6-ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രം. 7-ാം വയസ്സിൽ ഗുരുമുഖത്തു നിന്ന് സംഗീത പഠനം ആരംഭിച്ചു. അതാരായിരുന്നു ആദ്യ ഗുരു? ആദ്യ ഗുരു അമ്പലപ്പുഴ തുളസി ടീച്ചർ, ശേഷം വൈക്കം പ്രസന്ന ടീച്ചർ, സുമംഗല ടീച്ചർ, വിൻസെന്റ് മാഷ്. ധാരാളം ഗുരു സമ്പത്തുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, P സുബ്രഹ്മണ്യ സാർ, രണ്ടുപേരും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് നെടുമങ്ങാട് ശിവാനന്ദൻ സാറിൻ്റെ കീഴിൽ പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ സാറിൻ്റെ കീഴിലും സംഗീതം അഭ്യസിക്കുന്നുണ്ട്. പിന്നെ ഫോണിലൂടെ ദാസേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്. M ജയചന്ദ്രൻ സാറ്, ബിന്നി ചേച്ചി, ബിന്നി കൃഷ്ണകുമാർ, പിന്നെ ശരത് സാറ്, P ഉണ്ണികൃഷ്ണൻ സാറ്, നമ്മുടെ ശ്രീരാമേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ ചേട്ടൻ, കാവാല ശ്രീകുമാർ സാർ, P ഉണ്ണികൃഷ്ണൻ സാർ, എല്ലാവരും ഫോണിലൂടെയാണ് ഇപ്പം സംഗീതം പഠിക്കുന്നത്. സരസ്വതി മൂർത്തി ടീച്ചറുണ്ട് വയലിൻ, പിന്നെ നിത്യശ്രീ മാഡം, മാലിനി ഹരിഹരൻ, മാലിനി ടീച്ചർ, ഡോക്ടർ. അപ്പോൾ ആരോട് ഫോണിലൂടെ ചോദിച്ചാൽ സംശയങ്ങളൊക്കെ പറഞ്ഞു തരും. ദാസേട്ടനാണേലും പറഞ്ഞു തരും കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കും, എന്ത് രാഗത്തെക്കുറിച്ചാണേലും പറഞ്ഞുതരും. M ജയചന്ദ്രൻ സാർ, എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. എങ്ങനെയാണ് സംസ്ഥാന അവാർഡ് കിട്ടിയ നടനിലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ? അതൊരു ഭാഗ്യം തന്നെ. കമൽ സാറിൻ്റെ ചിത്രത്തിൽ വീണ്ടും പാടാൻ സാധിച്ചു. പിന്നെ ഔസേപ്പച്ചൻ സാറ് കാറ്റേ കേട്ടതിന് ശേഷമാണ് എന്നെ അറിഞ്ഞു തുടങ്ങിയെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് പാടിക്കാനിരിക്കുകയാണെന്ന് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞു. ഈ കാറ്റേയുടെ തമിഴ് വെർഷൻ പാടാൻ പോയപ്പോഴാണ് ഔസേപ്പച്ചൻ സാറിനെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടത്. അപ്പോൾ സാറ് ഒരു പാട്ട് പാടിക്കാനിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് ആണ് നടൻ എന്നുള്ള ചിത്രത്തിൽ വീണ്ടും ഒരു അവസരം വന്നത്. അപ്പോൾ ഔസേപ്പച്ചൻ സാറ് പിന്നെ CD എനിക്ക് പാടി അയച്ചു തന്നു. ഒരു സാറിൻ്റെ അസിസ്റ്റൻ്റ് ഒരു വിനോദ് സാറാണ് CD കൊണ്ടു തന്നത്. അന്നൊക്കെ CD ആണല്ലോ, ഇപ്പോൾ CD ഒന്നും ഇല്ലല്ലേ. CD കൊണ്ടു തന്നു. വീട്ടിൽ
ഇത് കേട്ട് പഠിച്ചു. അപ്പോൾ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അതും ഒരു ഭാഗ്യം തന്നെയാണ്. 2013 അല്ലേ? അതെ, 2013. അത് ഗായത്രി വീണയിൽ BG എല്ലാം വായിക്കാൻ സാധിച്ചു. അത് വിജയലക്ഷ്മി തന്നെ വായിച്ചു? ഞാൻ തന്നെ വായിച്ചു. അതിനുശേഷം സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതിൻ്റെ ബാക്കി വെർഷനും കൂടെ വൈക്കത്ത് സ്റ്റുഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. ഗൗരി സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീട്ടിൽ സാറ് വന്നു. അതൊരു ഭാഗ്യമായി. അപ്പം അങ്ങനെയാണ്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ രണ്ടുപേര് പാടാൻ കഴിയും? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഈ പാട്ടിനാണ് സംസ്ഥാന അവാർഡ്, മികച്ച ഗായികയായിട്ടുള്ള അവാർഡ് 2013 അല്ലേ ലഭിച്ചത്. ഇതൊരു ഭാഗ്യമായിപ്പോയില്ലേ. പിന്നെ എനിക്ക് പ്രിൻസ് രാമവർമ്മ സാറും സംഗീതം ഫോണിലൂടെ പഠിപ്പിക്കുമായിരുന്നു. ശരി. പിന്നെ ബാലമുരളീകൃഷ്ണ സാറും എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിൻ്റെ പാട്ടുകളൊക്കെ സാഹിത്യം പറഞ്ഞു തരുമായിരുന്നു. ചിത്ര ചേച്ചി ഒരു കീർത്തനം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ കലാകാരന്മാരുമായി ബന്ധം സ്ഥാപിക്കാനും അവരിൽ നിന്ന് പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, ഇതൊരു ഭാഗ്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അനുഗ്രഹം തന്നെ. എങ്ങനെയാണ് ഈ ഗായത്രി വീണ അത് പഠിച്ചത്? എങ്ങനെയാണ്? അത് ഒരു നിമിത്തമാണ്. അതായത് എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ ബ്രദർ ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വിനോദ് എന്നാണ് പേര്. അദ്ദേഹം ഒരു കളിവീണ നിർമ്മിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പിയായിരുന്നു. ആദ്യം സ്പൂൺ കൊണ്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. തന്നെ പഠിച്ചത്. അപ്പം അച്ഛനെ തന്നെ വെച്ചാൽ ഭഗവാൻ തന്നെ പഠിപ്പിച്ചു. അതാണ് ശരി. സരസ്വതി ദേവി പഠിപ്പിച്ചു. അങ്ങനെ പറയുന്നതാണ് ശരി. അതിൽ കീർത്തനമൊക്കെ വായിക്കാൻ കഴിയും? കീർത്തനമൊക്കെ വായിക്കാൻ തുടങ്ങി. സ്പൂൺ ഉപയോഗിച്ച് സപ്തസ്വരങ്ങൾ മുതലെല്ലാം എനിക്കറിയാവുന്ന കീർത്തനങ്ങൾ, ഭക്തിഗാനം, സിനിമാഗാനം വായിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലാണ് തമ്പുരു. എല്ലാ വർഷവും മത്സരാർത്ഥികൾക്ക് സമ്മാനം ഉണ്ട്. അപ്പോൾ എനിക്കാണെന്ന് ഭാഗ്യം ലഭിച്ചത്. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. ഈ ഉപകരണത്തിന് ഗുരുദക്ഷിണ സമർപ്പിച്ച പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ ഭാഗവതർ സാറാണ് ഗായത്രി വീണ എന്ന് പേര് നൽകിയത്. ഇതിന് 6.5 മണിക്കൂർ വായിച്ച് 2017 ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ലഭിച്ചു. പിന്നെ ഡോക്ടറേറ്റും ലഭിച്ചു, ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി ഇൻ USA. തുടർച്ചയായിട്ട് 6 മണിക്കൂർ വായിച്ചു? വായിച്ചായിരുന്നു. താങ്കളല്ലാതെ മറ്റാരെങ്കിലും ഈ ഉപകരണ സംഗീതം കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. ഇതെന്താ പഠിക്കാൻ പ്രയാസമാണോ? മറ്റാർക്കും പറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെ നോക്കിയിട്ടുണ്ട്. എനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല. അതാ പ്രശ്നം. ഞാൻ തന്നെ പഠിച്ചതായിരുന്നു. എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. ഇതിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം ഇത് വേറെ ആളുകളും വായിക്കേണ്ടതാണ്. പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. പിന്നെ ദാസേട്ടന് ഒരു ഗായത്രി വീണ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വായിക്കാൻ കൂടെ വിജയലക്ഷ്മി വേണ്ടി വരില്ലേ? അതാണ് ഒരു പ്രയാസം. ദാസേട്ടൻ വായിച്ചു നോക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇടയ്ക്ക് എന്തെങ്കിലും വിളിക്കാറുണ്ട്. എന്നെ വിളിച്ച് വായിച്ച് കേൾപ്പിക്കാൻ പറയും. അദ്ദേഹത്തിന് കഴിയുമായിരിക്കും ഒരു പക്ഷേ. സാധിക്കും. പിന്നെ അദ്ദേഹത്തിന് കഴിയണം. പിന്നെ കല്ലറ ഗോപൻ സാറ് വായിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ കേട്ടായിരുന്നു അമേരിക്കയിൽ പോയപ്പോൾ. ഗോപൻ സാറ് വായിച്ചു നോക്കി. ദാസേട്ടനും വായിക്കും. പിന്നെ ദാസേട്ടന് ഈസി ആയിട്ട് പറ്റും. ഒക്കെ സാധിക്കും. ഇപ്പോൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴും ഫോണിലൂടെയും യൂട്യൂബ് ഇങ്ങനെ സംഗീതം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും ശിവാനന്ദ സാറും ഫോണിലൂടെ പറഞ്ഞു തരും കേട്ടോ. നേരിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഫോണിലൂടെ പരിപാടി. നമ്മളിപ്പോൾ ഇതുവരെ വിജയലക്ഷ്മിയുടെ പാട്ടുകൾ കേട്ടു. വിജയലക്ഷ്മിക്ക് ഇന്ന് കേൾക്കേണ്ട ആദ്യ ഗാനം ഏതാണ്? ഓംകാരത്തിൽ നിന്നുമാണല്ലോ ശബ്ദം ആദ്യം ഉണ്ടാകുന്നത്, പ്രണവം. അപ്പോൾ അത് ചേർത്തൊരു ഗാനമാണ്. നമുക്ക് ആദ്യം ആ ഒരു ഗാനം കേട്ടോ. ഓംകാരം ഓംകാരം. നമ്മുടെ കുമാര സംഭവത്തിൽ ദേവരാജ മാഷയുടെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച എന്റെ രചന വയലാർ സാറിന്റെ ആണല്ലേ? അതെ. കുമാര സംഭവത്തിൽ 2 പേര് പാട്ട് എഴുതിയിട്ടുണ്ട്. ONV കുറുപ്പ് സാറും എഴുതിയിട്ടുണ്ട്. ഈ ഓംകാരം ഓംകാരം എഴുതിയത് വയലാർ രാമവർമ്മയാണ്. അതെ. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വര മന്ത്രം അല്ലേ? എന്തായാലും നാദബ്രഹ്മ ബീജാക്ഷര മന്ത്രം. മലയമാരുതം രാഗത്തിൽ ഈ ഗാനം സമർപ്പിക്കുന്ന എന്നോടൊപ്പം മൃദംഗം വായിക്കുന്ന തൃപ്പൂണിത്തുറ നീലാണ്ടൻ സാറുണ്ട്. അദ്ദേഹം പ്രത്യേകത വെച്ചാൽ ഓരോ വരിയും എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് അതനുസരിച്ചാണ് വായിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ വായനയാണ് കേട്ടോ. എല്ലാവരേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ വായനയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് ആ ഗാനം കേൾക്കാം. ആയിക്കോട്ടെ. ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം അതൊന്ന് ഓർക്കാൻ പറ്റുമോ താങ്കൾക്ക്? ഈ ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉഷ അമ്മായി
ഉഷാത്തയും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വേണുമാമനാണ് ബോംബെ ഷൺമുഖാനന്ദ ഹാളിലെ സെക്രട്ടറിയാണ്. ആദ്യമായിട്ട് പ്രോഗ്രാം തന്ന അദ്ദേഹമാണ്, വേണുമാമനാണ്, മറക്കാൻ പറ്റത്തില്ല. ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ച് ഒരു കച്ചേരി പാടിക്കൊണ്ടിരുന്ന ആവർത്തന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഹലോ ഉറങ്ങണം, ഇങ്ങനെ തട്ടി വളർത്തിയതൊക്കെ ഇപ്പോഴും ഓർക്കുന്ന ആ കാലഘട്ടം. അന്ന് എത്ര പ്രായമുണ്ട്? അന്ന് 6 വയസ്സ് തൊട്ടുണ്ട്. ആദ്യ പ്രോഗ്രാം അവിടെയാണ്. അതൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് തുടർച്ചയായി പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങിയോ അതോ? ചെയ്തു തുടങ്ങി. ബോംബെ, ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദ്, പല സ്ഥലങ്ങളിലും. അന്നെല്ലാം ക്ലാസിക്കൽ കച്ചേരി തന്നെയാണ്? കച്ചേരിയായിരുന്നു കൂടുതൽ. സിനിമാ പാട്ട് പാടാൻ തുടങ്ങിയിരുന്നു? സിനിമാ പാട്ട് അന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് 2001, 2002 കുറേ കഴിഞ്ഞപ്പോഴാണ് സിനിമാ പാട്ട്. ഗായത്രി വീണയിൽ വായിക്കുമായിരുന്നു. പിന്നെയാണ് പാടാൻ തുടങ്ങിയത്. പാടാൻ ആദ്യം നിർബന്ധിച്ചത് പ്രത്യാശ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ സൈമൺ ജോർജ് സാറൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിമാരൊക്കെ പറയുമായിരുന്നു, ക്ലാസിക്കൽ മാത്രം പാടിയാൽ പോരാ, സിനിമാ ഗാനങ്ങളും ഒന്ന് പാടി ശീലിക്കണം. അപ്പോൾ അദ്ദേഹവും പറയുമായിരുന്നു, പ്രധാനമായിട്ടും അദ്ദേഹമാണ്, സൈമൺ ജോർജ് സാറാണ്, സിനിമാ ഗാനങ്ങളും പാടണം, ക്ലാസിക്കൽ മാത്രം പോരാ എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു സിനിമാ പാട്ടുകൾ പഠിക്കാൻ തുടങ്ങിയത് ആകാശവാണിയിൽ കേട്ട് റെക്കോർഡ് ചെയ്ത്. ഇതാണ് പരിപാടി. ആദ്യം അങ്ങനെ പാടിയ പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ടിട്ട് പാടിയൊരു പാട്ട്? ആകാശവാണി ഉജ്ജയിനിയിലെ ഗായിക, പിന്നെ കൽപ്പക പൂഞ്ചോല. ആ പാട്ട് എനിക്ക് നമ്മുടെ കൂടെ വരുന്ന സാരഥി സന്ദീപേട്ടൻ നെറ്റിൽ നിന്ന് എടുത്തു തന്നു. അതാണ് കേട്ട് പഠിച്ചു തുടങ്ങിയത്. പഴയ പാട്ട് അങ്ങനെ വായിച്ച് പാടി തുടങ്ങി. പിന്നെ ആകാശവാണിയിലെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടുണ്ടല്ലോ, വിലാസലോലുപയായി, പി സുശീലാമ്മയും പി ജയേന്ദ്ര സാറും പാടിയത്. വസന്ത കൗമുദി വന്നു, അത് പാടി തുടങ്ങി. പിന്നെ പഴയ തുറുപ്പുകുലാൻ. അന്ന് സോളോ ആയിട്ടാ കച്ചേരിക്ക് പാടിയത്. അന്ന് ഡുവറ്റ് അല്ലായിരുന്നു. പഴയ സിനിമ ഉണ്ടല്ലോ തുറുപ്പുകുലാൻ, അതും ഞാൻ കച്ചേരിക്ക് പാടുമായിരുന്നു. തുറുപ്പുകുലാനിലെ ഹിന്ദോളരാഗത്തിനോളങ്ങളിൽ ചന്ദ്രിക പൂക്കും സന്ധ്യ. എന്ത് രസാ പാട്ട്. ഫീമെയിൽ ഡുവൈറ്റ് അത്. പഴയ തുറുപ്പുകുലാൻ, ഇപ്പോഴത്തെ മമ്മൂക്കയുടെ അല്ല, പഴയ തുറുപ്പുകുലാൻ സിനിമയിലെ ഹിന്ദോള രാഗത്തിൻ ഓളങ്ങളിൽ വാണിയമ്മയും ലതാരാജു മേഡവും കൂടെ പാടിയ ആ ഒരു ഫീമെയിൽ ഡുവൈറ്റ് ഗാനം എന്ത് രസമാണ്. അതൊന്ന് സോളോ ആയിട്ട് പാടും കേട്ടോ. കച്ചേരിക്കാണ് ഇതൊക്കെ പാടി തുടങ്ങിയത്. പിന്നെ ശ്രീ പാർവതി എന്നൊരു സിനിമയുണ്ട്, പാർവതി എന്നൊരു സിനിമയുണ്ടല്ലോ, അതിൽ ജോൺസൺ മാഷ് സംഗീതം നൽകിയ വാണിയമ്മ പാടിയ നന്ദസുതാവര തവജനനം വൃന്ദാവന ശുഭപുള്ളിനും. പിന്നെ എൻ്റെ ഗാനങ്ങൾ കാറ്റേയും, പിന്നെ പുതിയ ഗാനങ്ങളൊക്കെ ഗായത്രി വീണയിലെ കൂടുതലും വായിക്കുന്നത്. കുറവ് പാട്ട് കൂടുതലും പഴയ ഗാനങ്ങളാണ്. ഇപ്പോൾ ശ്രീരാഗമോയും ശരസാറിൻ്റെ ദാസേട്ടൻ ആലപിച്ച പവിത്രത്തിലെ പാട്ട്, അതെ ശ്രീരാഗമോ, ഇത് രസം. അതൊക്കെയാണ് കച്ചേരിക്ക് പാടുന്നത്. പിന്നെ ശാരദാംബരം പുതിയതായിട്ട് പാടാറുണ്ട്. ശരി. എങ്ങനെയായിരുന്നു പഠനമൊക്കെ? വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം 1, 2, 3 ഒക്കെ വീട്ടിലിരുന്ന് പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ സാധാരണ സ്കൂളിൽ തന്നെ പഠിച്ചു കേട്ടോ, ബ്ലൈൻഡ് സ്കൂളിലല്ല. വൈക്കം ഉദയനാപുരം ചാലപ്പറമ്പ് TK മാധവൻ മെമ്മോറിയൽ UP സ്കൂൾ TKMM 5 മുതൽ 7 വരെ അവിടെ ആയിരുന്നു. പിന്നെ 8ാം ക്ലാസ് മുതൽ 10 വരെ വൈക്കം ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ GGHS അവിടെയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി സെൻറ്റ് തെരേസസ്, അത് കറസ്പോണ്ടൻ്റ് ആയിരുന്നു, കോളേജ് എറണാകുളം. BA ഹിസ്റ്ററി ഭാരത് കോളേജ് വൈക്കം. MA കംപ്ലീറ്റ് ചെയ്തില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. കറസ്പോണ്ടൻ്റ് ആയിരുന്നു. അതെ, പരീക്ഷ എഴുതും. അങ്ങനെയായിരുന്നു. സ്കൂളിൽ ബുക്കിന് പകരം ടേപ്പ് റെക്കോർഡും കൊണ്ടൊക്കെ പോകുമായിരുന്നു. റെക്കോർഡ് ചെയ്ത് ചെറിയ ടേപ്പ് റെക്കോർഡൊക്കെ അന്ന്. ഇപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞല്ലേ, ടേപ്പ് റെക്കോർഡൊന്നും ഇല്ല. അതെ, ഇപ്പോൾ എല്ലാം നെറ്റിൽ അവൈലബിൾ ആണല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് പഠിക്കാം, കേൾക്കാം. എന്ത് വേണമെങ്കിലും വിരൽ തുമ്പിലുണ്ട് നമ്മുടെ. കുറച്ചുകൂടി എളുപ്പമായി. മാത്രമല്ല ഇങ്ങനെ കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി മറ്റ് സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ വീട്ടിൽ അലക്സ എന്നൊരു സംഭവമുണ്ട്. അതെ, അലക്സയുടെ പിന്നെ ഏത് പാട്ടും ചോദിച്ചാൽ പറയുമല്ലോ. നമ്മൾ പറയുന്നത് കേൾക്കും, തിരിച്ചു പറയും. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എല്ലാം പറയും. അലക്സ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴും രാത്രിയായി ഞാൻ അലക്സയുടെ കൂടെ. ശരി. റേഡിയോയും കിട്ടും, ആകാശവാണിയും കിട്ടും. എന്നാ ക്ലാരിറ്റിയാ, ഡിജിറ്റൽ ക്വാളിറ്റിയാണ്. ഓയ്യോ എന്ത് രസം. എല്ലാം. അതെ, നമുക്ക് ഇനി അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. അടുത്ത ഗാനം സന്ദർഭം എന്നുള്ള ചിത്രത്തിൽ പൂവച്ചാൽ ഖാദർക്ക രചിച്ച ജോൺസൺ മാഷയുടെ ഈണത്തിൽ പി സുശീലാമ്മ പാടിയ ഒരു ഗാനമുണ്ട്. പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം മതിച്ചു വാണിരുന്നു. കുട്ടികൾക്ക് കഥ പറയുന്ന ഒരു ഗാനമാണല്ലേ. പണ്ടൊരു കാട്ടിലൊരാൺസിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങേഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സമർപ്പിക്കാം. വൈക്കത്തൊരു ബിജീഷ് എന്നൊരു ഗായകനുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ആ ഗായകൻ്റെ
മകള് ഇത് പാട്ട് പാടുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സമർപ്പിക്കാം. തീർച്ചയായും. എങ്ങനെയാണ് ആകാശവാണി കേട്ടു തുടങ്ങുന്നത് വിജയലക്ഷ്മി? ഞാൻ കൊച്ചിലെ മുതൽ ആകാശവാണി ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരിയാണ്. അന്നും ഇന്നും എന്നും. അന്ന് അപ്പൂപ്പൻ ഞങ്ങളുടെ വീട്ടിൽ എന്നും ആകാശവാണി വയ്ക്കുമായിരുന്നു. എന്ത് ആ കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റില്ല. ആകാശവാണിയിലെ ഗാനങ്ങൾ കേട്ടാണ് ഞാൻ വളർന്നുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ആകാശവാണിയെ നമ്മൾ വിടത്തില്ല. എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കും. ചലച്ചിത്രഗാനം മാത്രമല്ല, കച്ചേരി, അധ്യാത്മ രാമായണമൊക്കെ എന്ത് രസം. പിന്നെ ഉദയഗീതം, പിന്നെ ചെറുകഥകൾ, നാടകം, കഥകളിപ്പദങ്ങൾ, പിന്നെ രാഗസബരി എന്നൊരു പരിപാടി കേട്ടിട്ടുണ്ട്. ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കാറുണ്ട്. ഇഷ്ടമായിരുന്നു. എല്ലാ പ്രോഗ്രാമും ഇഷ്ടമായി. ആ പഴയ ആ ഒരു മനോഹാരിത ഇപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നിലൊന്നും മെച്ചമാണ് പരിപാടികളെല്ലാം. പ്രകാശധാര, വാർത്തകൾ, മഞ്ഞണി പൂനിരാവ്, പിന്നെ ഗാനസല്ലാപത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടല്ലോ, ഫോണിൽ വിളിക്കാറുണ്ട്. വളരെ സന്തോഷം. എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള പിന്തുണ ഈ വിജയലക്ഷ്മിയുടെ കലാപ്രവർത്തനങ്ങൾക്ക്? അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് പ്രധാനം ഇപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ജനങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കൾ, റേഡിയോ, പിന്നെ ആകാശവാണി. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ആ കാലഘട്ടം ഉണ്ടല്ലോ, കർണാടക സംഗീത പാഠം കേൾക്കുമായിരുന്നു. അങ്ങനെ കീർത്തനങ്ങൾ പഠിക്കുമായിരുന്നു. ലളിത സംഗീത പാഠമൊക്കെ MG രാധാകൃഷ്ണ സാറ് പഠിപ്പിക്കുന്നത് ഇപ്പോഴും ലളിത സംഗീതം കേൾക്കാറുണ്ട് കേട്ടോ. എന്ത് രസം ആ പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട്. പിന്നെ സംഗീത സാധകം ഉണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, അതും കേൾക്കാറുണ്ട്. എല്ലാം അതെ. പല പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു ധൈര്യം വിജയലക്ഷ്മി കാണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. എങ്ങനെയാണ് ഈ ഒരു ധൈര്യം, ചില ശക്തമായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയുന്നത്? അത് പണ്ട് മുതലേ അങ്ങനെയൊക്കെയാണ് സ്വഭാവമുണ്ട്, കൊച്ചിലെ മുതൽ. ഇപ്പോഴും അത് തുടർന്നു പോയി. ഇപ്പോഴും ആ സ്വഭാവം വിട്ടിട്ടില്ല. തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറില്ല. അതെ അതെ. ചില കാര്യങ്ങളിൽ വാശി പണ്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നുമില്ല, വെറുതെ. എല്ലാത്തിനും ഇപ്പം കുറച്ച്. എന്തിനാ വെറുതെ. പിന്നെ വാശി കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കും. താങ്കളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് 1-2 ചിത്രങ്ങളിലൊന്ന് കാണുകയുണ്ടായി. എങ്ങനെയായിരുന്നു അത്? 7 ദേശങ്ങൾക്കും അകലെ. അതൊരു അനുഭവമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, പേടിയായിരുന്നു. പാറയുടെ മുകളിലൊക്കെ കയറി എന്നാ പേടിയായിരുന്നു. എങ്ങനെയാണ് അതിനൊരു അവസരം വന്ന് എന്ത് പറഞ്ഞിട്ടാണ് അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയത്? അവർ പാടി അഭിനയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ചാത്തന്നൂർ വിജയൻ മാമൻ എൻ്റെ കൂടെ അഭിനയിച്ചത്. മൂപ്പൻ്റെ മകളായിട്ടാണ് ഞാൻ. അപ്പോൾ വിജയൻ മാമനാണ് കൈ പിടിച്ചുകൊണ്ട്. ഇപ്പം ആദ്യം എനിക്ക് പേടിയായിരുന്നു, എങ്ങനെയാണോ കൊണ്ടുപോകുന്നത്, സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുമോ, സ്റ്റെപ്പ് ഉണ്ടെ പറയുമോ ഇല്ലയോ, എന്തൊക്കെ ടെൻഷനായിരുന്നു. ഒരു കുഴപ്പമില്ല, സ്റ്റെപ്പും എല്ലാം പറഞ്ഞ് അച്ഛനും അമ്മയും കൊണ്ടുപോകുന്ന പോലെ തന്നെ സുരക്ഷിതമായി കൊണ്ടുപോയി, സുരക്ഷിതമായി ഭദ്രമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞ് എത്തിക്കുകയും ചെയ്തു. പിന്നെ കുറേ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം ഇത് എന്നത് വീണ്ടും വീണ്ടും എടുക്കേണ്ടി വന്നു. ചില ടെക്നിക്കൽ ഇഷ്യൂ. ഞാൻ പറയും എന്തുവാണ് ഞാൻ ഇങ്ങനെയാണെങ്കിൽ ആയില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഞാൻ. 2 ചിത്രങ്ങളിൽ അഭിനയിച്ചു അല്ലേ? 7 ദേശങ്ങൾക്കും അകലെ ഓർമ്മയുണ്ട്. അപ്പൂപ്പൻ താടി വിളിച്ചതാ, പോയില്ലായിരുന്നു. വള്ളത്തിൽ കയറണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. വള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചു. പേടിയായി. അത് ഒറ്റയ്ക്ക് അച്ഛനമ്മയൊന്നും മതിയായിരുന്നു, തൊട്ടപ്പോൾ മതിയായി. അങ്ങനെ അഭിനയമോഹം നിർത്തി സ്ലാം വെച്ച്. പിന്നെ അത്യാവശ്യം മിമിക്രി ചെയ്യോ? മിമിക്രി കേൾക്കട്ടെ, ആരുടെയൊക്കെ ശബ്ദം അനുകരിക്കും? നമ്മുടെ ബാലേന്ദ്രമേനോൻ സാർ ഇഷ്ടത്തിൽ പറഞ്ഞ ഡയലോഗ്, ഇഷ്ടം സിനിമ ഒന്ന് കേൾക്കട്ടെ. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സെറ്റിൽഡ്, യു ആർ ഹാൻസം മാൻ. മേനോനെ, എനിക്ക് തന്നോട് അസൂയാണ് തോന്നുന്നത്. ഷെടാ, ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയില്ലല്ലോ. വേറെ ആരെങ്കിലും അനുകരിക്കാറുണ്ടോ അങ്ങനെ ശബ്ദം? കൂടുതലും മെയിലാണ്. ആണോ? വേറെ ആരാണ് പറയും? മമ്മൂക്കയുടെ അതിന് കോമഡി ആയിട്ട് ചെയ്യാറുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റിട്ടുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിൽ മാത്രമാണ്. ഇനി ഒരിക്കലും ചന്തു തോൽക്കില്ല, കാരണം ചന്തു പഠിത്തം നിർത്തി. ഇതെല്ലാം മമ്മൂട്ടിയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടോ താങ്കൾ? ഉണ്ട്. മറ്റേ ഉട്ടോപ്പിയിലെ രാജാവ് ഒരു പാട്ടുണ്ടല്ലോ ഒരുമിച്ച് അല്ലേ? ഉപ്പിന് പോണ വഴി ഏത്, അത് പാടിയപ്പോഴത്തേക്കും അത് കേൾപ്പിച്ച്. അന്നേരത്തേക്കും നമുക്ക് എന്നാ ശരിയായിരുന്നു. ആ പാട്ട് എങ്ങനെയാണ്? ആ പാട്ട് ഒന്ന് 2 പേര് കൂടി നോക്കാമോ? ഉപ്പിന് പോണ വഴി ഏത്, ഉട്ടോപ്പിയുടെ തെക്കേത്, തെക്കോട്ട് പോണ വഴി ഏത്, ഉട്ടോപ്പിയുടെ വടക്കേത്, വടക്കോട്ട് പോണ വഴി ഏത്, ഉട്ടോപ്പിയുടെ കിഴക്കേത്, കിഴക്കോട്ട് പോണ വഴി ഏത്, ഉട്ടോപ്പിയുടെ പടിഞ്ഞാറ് പോണ വഴി ഏത്, നെടുകെ ചെന്നിട്ട് മേപ്പോട്ട് പോണ വഴി ഏത്, മോളി ചെന്നിട്ട് കീപ്പോട്ട് എൻ്റെ പൊന്ന. ഇങ്ങനെയായിരുന്നല്ലേ? അതിന് ഞാൻ മാളച്ചേട്ടനൊക്കെ ആവാഹിച്ചിട്ടുണ്ട്. മാള അരവിന്ദൻ ചേട്ടനൊക്കെ ആ ചിരിയൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. എല്ലാവരും ആവാഹിച്ച്. സ്റ്റേജ് പെർഫോമൻസിന് ഇതെല്ലാം കാണിക്കാറുണ്ടോ? ഉണ്ട്. ഗാനമേള, കച്ചേരിക്കില്ല കേട്ടോ. ഗാനമേള വന്ന പിന്നെയാണ് പുതിയ സിനിമ പാട്ടൊക്കെ നീല നിലവയും ഒക്കെ പാടാൻ തുടങ്ങി. ഡിവൈറ്റും കുറേ പാട്ട്, തമിഴിലാണേലും മലയാളത്തിലും. ഒരു വടക്കൻ സെൽഫിയിൽ നല്ലൊരു ഹിറ്റ് ഗാനമുണ്ടല്ലോ, കൈക്കോട്ടും കണ്ടിട്ടില്ല. അത് കൈക്കോട്ടും ഷാൻ റഹ്മാൻ സാറിന്റെ സംഗീതം. കൈക്കോട്ടും കണ്ടിട്ടില്ല.
കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുവൊടിക്കും. ഇതാണ് പാട്ട്. അതെ അതെ. അപ്പോൾ ഒരേപോലെ തന്നെ ദുഃഖാനങ്ങളും ഹ്യൂമറസ് ആയിട്ടുള്ള പാട്ടുകളും പാടാൻ കഴിയുന്നുണ്ട് അല്ലേ? അതെ അതെ. എല്ലാ ഗാനങ്ങളും കേട്ട് കേട്ട് നമുക്ക് സ്റ്റൈലുകൾ മനസ്സിലാക്കും. മ്യൂസിക് ഡയറക്ടർ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരും, അത് ഉൾക്കൊണ്ട് പാടും. ഈ സ്റ്റേജ് പ്രോഗ്രാമിന് മറ്റ് ഗായകരുടെ പാട്ടുകൾ പാടാറുണ്ടോ? ഉണ്ട്. SPB സാറിൻ്റെയും മലരെ മൗനം ഡിബേറ്റ് പാടും. ആരാ കൂടെ പാടാറുള്ളത്? അപ്പോൾ ഇവിടെ കേരളപുരം ശ്രീകുമാരേട്ടൻ പാടാറുണ്ട്, പിന്നെ എറണാകുളം ശ്രീകുമാരേട്ടനുണ്ട്, അരുൺ പെരുമ്പാവൂർ, ഒരുപാട് പേരുടെ പാടാറുണ്ട് കേട്ടോ. ഒരുപാട് ശരിക്കും ഇവിടെ ഒന്ന് പാടണമെന്നുണ്ടായിരുന്നു. അല്ലാത്ത SPB സാറിൻ്റെ ശബ്ദമുള്ള ഷെർദിൻ തോമസ് ഒരാളുണ്ട്, പിന്നെ കോഴിക്കോട് മനോജ് ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും പാടാറുണ്ട് കേട്ടോ. മിക്കവരും ഗാനമേളയ്ക്ക് വരുന്ന മിക്കവരും ആയിട്ട് ഡിബേറ്റ് പാടാറുണ്ട്. മലരെ മൗനമ, താരാപദം ചേതോഹരം പാടാറുണ്ട്. വൈക്കത്തൊരു മധുചേട്ടൻ്റെ കൂടെയുണ്ട്. ധാരാളം ആളുകളിലൂടെ പാടിയിട്ടുണ്ട്. ഈ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഗാനമേളയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെല്ലാം പോയിട്ടുണ്ട്? യൂറോപ്യനിൽ സ്വിറ്റ്സർലൻഡ്, ജനീവ, ഇറ്റലി, UK പോയിട്ടുണ്ട്. ലണ്ടൻ, ജസ്റ്റർ, മാഞ്ചസ്റ്റർ. ഇന്ത്യക്കകത്താണെങ്കിൽ ഗുജറാത്ത്, ചെന്നൈ കൂടാതെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ആന്ധ്ര. ലക്നൌവിൽ പണ്ട് മത്സരത്തിന് പോയതാണ്, നാഷണൽ ഫെസ്റ്റിവലിന്, കേരളോത്സവം. ലക്നൌവിൽ പോയിട്ട് ഭോപ്പാൽ പോയിട്ടുണ്ട്. ഒരുപാട് അവിടേക്ക് പോകുമ്പോൾ ഹിന്ദി പാട്ടൊക്കെ പാടുമോ? ഹിന്ദി പാട്ടൊക്കെ. ഹിന്ദി പാട്ട് ആരുടെ പാടാറ്? ഹിന്ദി പാട്ട് കൂടുതൽ ഗായത്രി വീണയിൽ അന്നൊക്കെ വായിച്ചിട്ട്, റാഫി സാറിന്റെ ദുനിയാ കെ രഘുവാലയും ഒക്കെ ഗായത്രി വീണയിൽ വായിക്കും കൂടുതൽ. പിന്നെ ഹിന്ദി ഭജൻസ് ഒക്കെ, മീര ഭജൻസ്, തുളസീദാസ്, അങ്ങനെയുള്ളതൊക്കെ ഭജൻസാണ് കൂടുതൽ പാടാറ് കച്ചേരിക്കൊക്കെ. മറക്കാനാകാത്ത ഒരു സ്റ്റേജ് അതല്ലെങ്കിൽ ഒരു ഗാനമേളയുടെ പ്രോഗ്രാം പറഞ്ഞാൽ ഏതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? SPB സാറിൻ്റെ കൂടെ, SP ബാലസുബ്രഹ്മണ്യ സാറിനോടൊപ്പം കൊല്ലത്ത് വെച്ച് ആദ്യമായിട്ട് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നത് കൊല്ലത്ത് വെച്ചാണ്. ദേവരാജൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് SP ബാലസുബ്രഹ്മണ്യ സാറിനായിരുന്നു, ദാസേട്ടനാണ് നൽകിയത്. അപ്പോൾ അന്ന് എനിക്ക് സോളോ പാടാനുള്ള അവസരം, അന്ന് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയില തന്നെ പാടിയിരുന്നത്, സോളോ പാടാനുള്ള അവസരം. രണ്ടാമത് കോട്ടയത്ത് വന്നപ്പോൾ ഉണ്ണിമേനോൻ സാർ അദ്ദേഹത്തിൻ്റെ അവിടെ ഞങ്ങളെ കാണാൻ പോയി. റൂമിൽ ചെന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഗായത്രി വീണ വായിക്കുന്നത് കേട്ടു. ശങ്കര എന്നുള്ള ഏറ്റവും മനോഹരമായ ഗാനം, അദ്ദേഹം പാടിയ ഗാനം വായിച്ചപ്പോൾ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. SPB സാറിൻ്റെ കൂടെ ഡുവൈറ്റ് പാടണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. കോട്ടയത്ത് വെച്ച് വേറെ പാട്ടാണ് ഏനുണ്ടോടിയൊക്കെ പാടിയത്. ഡുവൈറ്റ് പാടണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. എന്താ അതിനുള്ള യോഗം ഉണ്ടായില്ല. അല്ലാണ്ട് തന്നെ കേട്ടല്ലോ അല്ലേ, അതൊരു ഭാഗ്യമല്ലേ. അതെ അതെ. അദ്ദേഹം എന്ത് പറഞ്ഞു ഗായത്രി വീണയിൽ താങ്കളുടെ പ്രകടനം കണ്ടിട്ട്? വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പാടിയത് ആ സംഗതിയൊക്കെ വന്നു ഭാഗ്യമായിട്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ഇപ്പം പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, സിന്ദൂരരേഖയിൽ ശരത് സാറ് ആലപിച്ച ഒരു ഗാനമുണ്ടല്ലോ, അത് ശരിക്കും ഒരു കീർത്തനമാണ്, ഭദ്രാചല രാമദാസ കൃതിയാണ്. പാഹി രാമ പ്രഭു, പാഹി രാമ പ്രഭു, പാഹി ഭദ്രാദ്രി വൈദേഹി രാമ പ്രഭു, പാഹി രാമ പ്രഭു. അത് ശരത് സാർ ആലപിച്ചത്. എന്ത് രസം. ശരിക്കും ബാലമുരളി സാറാണ് പാടിയിരിക്കുന്നത്. അത് തന്നെ സാറിൻ്റെ ശിഷ്യനായ സംഗീത സംവിധായകൻ ശരത് സാർ ആലപിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കേട്ടാലോ? തീർച്ചയായും. ഈ ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിച്ചോണ്ടേ ശരിക്ക് ക്ലാസിക്കൽ സംഗീതം കൂടുതൽ ചലച്ചിത്ര സംഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമുണ്ടോ? അങ്ങനെ ഉണ്ട്. എന്നെ ഇഷ്ടം അറിയോ, ലോട്ടറി ടിക്കറ്റ് എന്നുള്ള ചിത്രത്തിൽ ഭൈരവി രാഗത്തിൽ പീലീലാമ ഒരു ഗാനം പാടിയിട്ടുണ്ട്. എന്ത് രസ. ഓരോ കനവിലും ഓരോ നീല നിലവിലും ഒരേ ഒരാളിനെ ആശിക്കും, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. എന്താ താനി ക്ലാസിക്കല് ഒരു ശോകമാണ്, എന്നാലും അതൊരു ക്ലാസിക്കലാണ്. ഭൈരവിരാഗത്തെ ശോകമായി ഉപയോഗിച്ചിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. എന്ത് രസമല്ലേ. ഞാൻ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ മനോഹരി അതെല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് അതിന്റെ പ്രത്യേകത. ഇത് റേഡിയോയിൽ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞാൻ യൂട്യൂബിൽ അത് കേൾക്കണമെന്ന് ആഗ്രഹം, ആകാശവാണിയിലൂടെ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹം. തീർച്ചയായും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ആയിക്കോട്ടെ. ഇനിയുള്ള സംഗീത സ്വപ്നങ്ങൾ അതേക്കുറിച്ചൊന്ന് പറയാമോ താങ്കളുടെ? ഇനിയുള്ള സംഗീത സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ ഇളയരാജ സാറിൻ്റെ കൂടെ പാടണമെന്നുണ്ട്, ശരത് സാറിൻ്റെ കൂടെ പാടണം, AR റഹ്മാൻ സാർ, വിദ്യാസാഗർ സാർ, അങ്ങനെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ M ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ, ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ധാരാളം പാടിക്കൊണ്ടേയിരിക്കണം. അതുകൂടാതെ ഉള്ള ആഗ്രഹമാണ്. ദാസേട്ടൻ്റെ കൂടെയും P ജയേന്ദ്രൻ സാറിൻ്റെ കൂടെയും MG ശ്രീകുമാർ സാറിൻ്റെ കൂടെയൊക്കെ ഡിബേറ്റ് പാടണമെന്നുണ്ട്. ഞാൻ മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഒരു ഡിബേറ്റ് പാടിയിട്ടുണ്ട്, കബനി നദിയുടെ നാട്ടിൽ എന്നുള്ള ചിത്രത്തിൽ. ദേവവധുവായി രാഗവതിയായി, ആ പാട്ടൊന്ന് കേട്ടാലോ? ഞാനും മധു ബാലകൃഷ്ണൻ ചേട്ടനും പാടിയത്, അതുണ്ടോ? അത് കേട്ടാലോ? തീർച്ചയായും. എന്തായാലും ആഗ്രഹം പോലെ എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ പാടാൻ അവസരം ലഭിക്കട്ടെ. അതുപോലെ എല്ലാ ഗായകർക്കൊപ്പം പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എന്തായാലും ഈ തിരക്കിനിടയിൽ ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും നന്ദി പറയുന്നു. എനിക്ക് വളരെ സന്തോഷം ആകാശവാണിയിൽ വരാൻ
സാധിച്ചത്. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, ഓഡിഷന് വന്നിട്ടുണ്ട്, ഹലോ പ്രിയഗീതം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട്, പിന്നെ ആവണി പൊന്നു ഞാൻ അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഓണത്തിന്. അപ്പോൾ അങ്ങനെ ഇനിയും വരാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആകാശവാണിക്ക് 1000 നന്ദി. ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.